ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ എണ്ണ, എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് 1 സ്പൂണ് ജീരകം, അതൊന്ന് വെന്ത് വരുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇളക്കുക. അധികം ഇളക്കണ്ട. അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത്, സവോള നന്നായിട്ട് വഴന്നു വരണം. സവോള നന്നായിട്ട് വഴന്നു വരാനായിട്ട് 1 സ്പൂണ് ഉപ്പ്, 1-1.5 സ്പൂൺ ഇടാം. കാരണം നമുക്ക് ചിക്കൻ ഇടുന്ന സമയത്ത് അതിനുള്ള കൂടി ഉപ്പ് തന്നെ ഇടാം. സവോള നന്നായിട്ട് വഴന്നു വരണം. സവോള വഴന്ന് നമുക്ക് വരാം. ഉള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി ഇങ്ങനെ വെന്ത് ഉടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. അതിന് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം മല്ലിപ്പൊടി, മൂന്നിലൊക്കെ അതൊന്ന് മൂത്ത് വരണം. അതിന് പുറകെ ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അതിൻ്റെ ഒരു പച്ച കുത്തുണ്ടാവും, അത് മാറാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇടയ്ക്ക്. അത് മാറി കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും ആ മസാല ഒന്ന് ആവുന്ന രീതിയിലൊന്ന് തിരിച്ചു മറിച്ചുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് വയ്ക്കുക.
ഇനി ചിക്കൻ വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കാം. ഇപ്പോൾ അത് അടച്ചു വയ്ക്കും. തോലുള്ള ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഫാറ്റിനാവും. ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് വെള്ളം ഇറങ്ങും. ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല, അര സ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അടച്ചു വയ്ക്കുക, തീ ഓഫ്.